ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശി പറയാണ്, ഇദ്ദേഹം ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായി മാറണേ എന്ന്. കുടുംബക്ഷേത്രത്തിൽ നേർച്ചയും നേർന്നിട്ടുണ്ട്, എന്നിട്ടും ഒരു മാറ്റവും ഇല്ലല്ലോ. കുട്ടികൾ മലക്ക് പോയതും ഇദ്ദേഹത്തിൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ടാണ് എന്ന് മുത്തശ്ശൻ പറയാണ്. അസുഖം മാറിയില്ലെന്ന് ആരാ പറഞ്ഞത്? എടോ, എൻ്റെ രോഗം പൂർണ്ണമായിട്ട് മാറി. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാണോ? ഒരിക്കലുമല്ല. ഡോക്ടർ അത്ഭുതം എന്നാ പറഞ്ഞ്. നേരത്തെ ചെക്കപ്പിന് പോയപ്പോൾ കുറവുണ്ടെന്നാ പറഞ്ഞ്. 4-5 വർഷം കഴിയാതെ പൂർണ്ണമായും മാറും എന്ന് മെഡിക്കൽ സയൻസിന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാ ടെസ്റ്റും നടത്തി രോഗം പൂർണ്ണമായിട്ട് ഭേദമായിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അത് കേട്ട് മുത്തശ്ശിക്ക് നല്ല സന്തോഷമായി. മുത്തശ്ശി ചിരിക്കുകയാണ്. അപ്പം മുത്തശ്ശൻ പറയാണ്, പിന്നെ ഡോക്ടറും ഞാനുമായിട്ട് ഒരു കരാർ വെച്ചിട്ടുണ്ട്. ഞാനല്ലാതെ മറ്റാരും ഈ സത്യം അറിയാൻ പാടില്ല എന്ന്. പഴയ അനന്തപുരി തറവാടല്ല നമ്മളെ ഇപ്പോഴത്തെ ഈ തറവാട്. ഇവിടെ ഒരുപാട് താളം തെറ്റലുകളുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ രോഗിയായിട്ട് തന്നെ ഇരിക്കുന്നത് നല്ലത്. എങ്കിലും ജയനും ദേവയാനിക്കൊക്കെ അത് കേട്ടപ്പോൾ വലിയ വിഷമമായി. ആദർശ് ഇതറിയുമ്പോൾ അതിനേക്കാൾ വിഷമാവും. സത്യം പറയണമെന്ന നമ്മളെയൊക്കെ നമ്മുടെ കാരണവന്മാർ പഠിപ്പിച്ചത്. എന്നാൽ കാലഘട്ടം മാറിപ്പോയി. ഇന്നത്തെ കാലത്ത് നമ്മളെ സ്നേഹിക്കുന്നവരുടെ നന്മയ്ക്കായി ഇതുപോലെ ചെറിയ ചെറിയ കള്ളങ്ങൾ പറയുന്നതിൽ തെറ്റില്ല. ഇനിയിപ്പോൾ ആദർശും ജയനും ഒക്കെ ഡോക്ടർ വിളിച്ച കാര്യം അന്വേഷിക്കും. ആ സമയത്ത് അസുഖം കുറവില്ല എന്ന് പറയാൻ ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. കേട്ട മുത്തശ്ശി പറയാണ്, രോഗങ്ങളെപ്പറ്റി അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അത് ചിലപ്പോൾ തിരിച്ചടിക്കും. അത് കേട്ട് മുത്തശ്ശൻ ചിരിക്കുക. വയസ്സ് 70-75 കഴിഞ്ഞു. ഇനിയിപ്പം രോഗം തിരിച്ചടിക്കുന്നെങ്കിൽ അടിക്കട്ടെ. എൻ്റെ നഷ്ടം കൊണ്ട് തനിക്ക് പോലും ഒന്നും വരില്ല വസന്തരെ. ആദ്യം പോകേണ്ടത് ഞങ്ങൾ ആണുങ്ങൾ തന്നെയാണ്. ഭാര്യ പോയിട്ട് ഭർത്താവ് ജീവിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ വലിയ ഗതികേടാ. അതുകൊണ്ട് അസുഖം പൂർണ്ണമായി മാറിയെന്നറിഞ്ഞത് എന്നെ സന്തോഷിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എനിക്കത് വലിയ സന്തോഷമായി. മുത്തശ്ശി പറയാം. എന്നെ കാണിക്കുന്നത് ജയനെയാണ്. ജയൻ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് പതിയെ ദേവയാനി വന്ന് ഇരിക്കുകയാണ്. എന്തു പറ്റി? എന്താ ഒരു ആലോചന? കേട്ട് ദേവയാനി പറയാണ്, എൻ്റെ ആലോചന അത്രയും എന്നെ സഹായിച്ച ആ പെൺകുട്ടിയെ പറ്റി മാത്രം. എല്ലാത്തിനും ഒരു പരിധിയുണ്ട് കേട്ടോ. എൻ്റെ ജീവൻ തിരിച്ചു നൽകിയ ആ നല്ല പെൺകുട്ടിയെ ഞാനൊന്ന് കാണുന്നതിൽ എന്താ തെറ്റ്? തെറ്റുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? സമയവും സന്ദർഭവും ഒത്തുവരുമ്പോൾ നിനക്ക് അവളെ കാണാൻ പറ്റും. പെട്ടെന്ന് ദേവയാനി പറയാണ്, ആ പെൺകുട്ടിയുടെ പേരെന്താ? അത് കേട്ട് ജയൻ, ആ പേര്. അപ്പോൾ പെട്ടെന്നായിരുന്നു ദേവയാനിയുടെ ചോദ്യം. നയന എന്നല്ലേ? അന്ന് ICUയിൽ കിടന്നപ്പോൾ ആദർശിൻ്റെ ഭാര്യൻ്റെ പേരും അവളുടെ പേരും ഒന്നാണെന്നല്ലേ പറഞ്ഞത്? ശരിയാ, നയന തന്നെയാ ആ കുട്ടിയുടെ പേര്. നയനയുടെ പ്രായമാണല്ലേ ആ കുട്ടിക്ക്? ആ, എന്ന് ചോദിച്ചാൽ കാഴ്ചയിൽ ഏതാണ്ട് ഒരേ പ്രായക്കാരാ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വയസ്സ് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതേ പ്രായമാണെന്നാണല്ലോ ആദർശ് പറഞ്ഞത്. എന്നാ ആയിരിക്കും. ഇതൊന്നും ചേട്ടനറിയില്ലേ? അറിയാം. പിന്നെ അന്ന് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ സംസാരിച്ചത് ആദർശാണ്. പിന്നെ നിന്നെ സഹായിച്ച പെൺകുട്ടിയുടെ പേര് നയന എന്നാണ് എനിക്കറിയാം. എങ്കിലും ആ പെൺകുട്ടിയുടെ പേര് നീ ചോദിച്ചപ്പോൾ ഞാൻ മനഃപൂർവ്വം മറച്ചു വെച്ചതാ. അതെന്താ അങ്ങനെ? അല്ല, നമ്മളെ മരുമോളുടെ പേര് നയന എന്നായതുകൊണ്ട്. ആ പേര് കേൾക്കുന്നത് നിനക്കിഷ്ടമല്ലല്ലോ. എന്നെ സഹായിച്ചത് നയനയായോണ്ട് ഇപ്പോൾ ആ പേരിൽ വലിയ അയിത്തൊന്നുമില്ല. നന്നായി, അങ്ങനെ ഓരോന്നും മാറി വരണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ നയനയെ ഉടനെ എങ്ങാനും എനിക്ക് കാണാൻ പറ്റുമോ? അതൊക്കെ നീ നിൻ്റെ മോനോട് ചോദിക്കണം. അവനാ അവരുമായിട്ട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ മറ്റെന്തൊക്കെയോ തിരക്കിലാണെന്ന് അവൻ പറഞ്ഞിരുന്നു. അച്ഛനും മോനും കൂടി എന്തൊക്കെയോ കള്ളങ്ങൾ പറയുന്നുണ്ട്. ദേവയാനി സംശയത്തിൻ്റെ പേരിൽ പറയാണ്. ഇതൊരു നിസ്സാര കാര്യമല്ലേ ചേട്ടാ, അവിടെ പോലും സത്യം എന്താ വെളിപ്പെടുത്താതെ? എന്ത് സത്യ ദേവയാനി വെളിപ്പെടുത്തേണ്ടത്? നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടി വന്ന് നിന്നെ സഹായിച്ചു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം മാത്രമേ അവൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അവളുടെ പേരും അഡ്രസ്സും വെളിപ്പെടുത്തരുത് എന്ന്. നമ്മളെ സഹായിച്ചവൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മളത് അക്ഷരം പ്രതി അനുസരിക്കണ്ടേ? എന്ന് വെച്ച് അവളുടെ സഹായം ഞാനാണ് സ്വീകരിച്ചതെങ്കിൽ, എന്നെ സഹായിച്ചത് അവളാണെങ്കിൽ അവളുടെ അതായത് അവൾ എവിടെയാണ് നിൽക്കുന്നത്, അവളുടെ പേരെന്താണ്, അവളുടെ സാഹചര്യം എന്താണ് എന്നൊക്കെ അന്വേഷിക്കാനുള്ള കടമ എനിക്കില്ലേ? അതിപ്പം നിങ്ങളാരും കാണിച്ചു തന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും.
അനാമിക ഒരിടത്തിരുന്ന് ഫോണും കൊണ്ട് കളിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഓടി വന്നിട്ട് അവളുടെ അമ്മ പറയാണ്, ഡീ നീ ഇങ്ങനെ ഏതു നേരവും ഫോണിൽ കൊണ്ട് കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ? നീ പെട്ടെന്ന് അനിയെ വിളിച്ചേ. ഞാനെന്തിനാ വിളിക്കുന്നേ? അവൻ മലക്ക് പോയിട്ട് വന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചോ? എന്നെ വന്നൊന്ന് കണ്ടോ? അവൻ മലക്ക് പോയതിൻ്റെ പ്രസാദം ഇവിടെ കൊണ്ടുവന്ന് തരാമല്ലോ. ഡീ മലക്ക് പോയ അനിയെ ഒന്ന് വിളിക്കണമെന്ന് ഞാനും അച്ഛനും നിന്നോട് മാറിയും തിരിഞ്ഞും പറഞ്ഞതല്ലേ? എന്നിട്ട് നീ ഒന്ന് അങ്ങോട്ട് വിളിച്ചോ? എന്നെ അടിച്ചവളെ നോവിക്കാൻ ഇതുവരെ അച്ഛന് പറ്റിയിട്ടില്ലല്ലോ. വെറുതെ കുറേ പൈസ കളഞ്ഞു, അതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല. മോളെ നീ ആരെയും വിളിക്കണ്ട, നിനക്കവൻ്റെ വല്യമ്മയെ ഒന്ന് വിളിക്കാമല്ലോ. അവർ അസുഖമൊക്കെ മാറി വീട്ടിലിരിക്കുകയല്ലേ. ഈ അവസ്ഥയിൽ അവരെ വിളിച്ച് സുഖമാണ് വല്യമ്മേ, അസുഖം നോക്കണേ വല്യമ്മേ, ശരീരം നോക്കണം വല്യമ്മേ എന്നൊക്കെ പറ. അതിനിടയിൽ അനിക്ക് നിന്നെ ഒരു മൈൻഡും ഇല്ലെന്ന് സൂചിപ്പിക്കുകയും വേണം. അവരവന് 2 വഴക്ക് കൊടുക്കുമ്പം അവൻ താനേ വന്നോളും നിന്നെ വിളിച്ചുകൊണ്ട് പോകാൻ. അവൻ്റെ വല്യമ്മ റെക്കമെൻഡ് ചെയ്തിട്ട് എന്നെ വന്ന് വിളിക്കുന്നതൊക്കെ നമുക്കൊരു തോൽവിയല്ലേ അമ്മേ? നമ്മൾ തോൽക്കാതെ പിന്നെ ജയിച്ചുകൊണ്ടിരുന്നാലേ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല. നീ അത് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോവുക. എടി മോളെ, നീ അവിടെ നിന്ന് പിണങ്ങി പിരിഞ്ഞ് ദേഷ്യത്തോടെ വന്നിവിടെ നിന്നാൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കിനിയും നല്ല നല്ല പെൺകുട്ടികളെ കിട്ടും. അല്ലെങ്കിൽ പിന്നെ നീ പോയ ആ ഗേപ്പിൽ ആ നന്ദു നുഴഞ്ഞു കയറുകയും ചെയ്യും. അങ്ങനെ ഒരവസരം കാത്തിരിക്കുക അവൾ. മോളെ, അതൊക്കെ ഒഴിവാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എനിക്ക് നിന്നെ ഭാര്യയായി നിലനിർത്തണമെന്ന് ഒരാവശ്യമില്ല. എന്നാൽ നമ്മളെ കടമൊക്കെ തീർന്ന് നമ്മളൊന്ന് നിവർന്നു നിൽക്കുന്നത് വരെ അനിയെ നമുക്ക് ആവശ്യമുണ്ട്. ശരി, ഞാനവൻ്റെ വല്യമ്മയെ ഒന്ന് വിളിക്കാം. അവരും ഇപ്പോൾ പഴയതുപോലെ എന്നെ വിളിക്കാറൊന്നുമില്ല. ഇനിയിപ്പോൾ അവരും മാറിയോ എന്നറിയില്ല. ആദർശ് ഒരിടത്തിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദേവയാനി അവിടെ വന്നിട്ട് വിളിക്കുകയാണ്, ആദർശേ, അനാമിക പോയിട്ട് എത്ര ദിവസമായി എന്നറിയോ? അവളെ വിളിച്ചുകൊണ്ട് വരാൻ എന്താ അനിയോട് പറയാത്തത്? അവളിവിടുന്ന് വഴക്കിട്ടാണല്ലോ പോയത്. അവൾക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യവും ഇല്ല. നിനക്ക് നിന്റെ ഭാര്യയെ വിളിച്ചു കൊണ്ടുവരാൻ വലിയ താല്പര്യമാണല്ലോ. അതിനുവേണ്ടി നീ എൻ്റെ അടുത്ത് സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്. പിന്നെന്താ നീ അനിയോട് പറയാത്തത് അനാമികയെ വിളിച്ചു കൊണ്ടുവരാൻ? അപ്പോഴേക്കും ജാനകി അവിടെ എത്തി. എന്നിട്ട് പറയാണ്, അവൻ പറയില്ല. അവളെ, എൻ്റെ മോളെ, മരുമകളെ ഇവർക്ക് 2 പേർക്കും ഇഷ്ടമല്ലല്ലോ. ഇവൻ്റെ ഭാര്യയ്ക്കും ഇവൻ്റെ ഭാര്യയുടെ ചേച്ചിക്കും ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് ഒരു കാരണവശാലും അനിയോട് അനാമികയെ വിളിച്ചു കൊണ്ടുവരാൻ ഇവൻ പറയില്ല. ആദർശ് പറയാ, ഇളയമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് താല്പര്യമില്ല അവളെ അനാമികയെ വിളിച്ചു കൊണ്ടുവരാൻ. കാരണം അവളുടെ സംസാരവും പ്രവൃത്തിയൊക്കെ അങ്ങനെയാണ്. അനിയുടെ ദാമ്പത്യം ഇല്ലാതാക്കിയിട്ട് നിനക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുമോ ആദർശേ? ചോദിക്കുന്നത് ആദർശിൻ്റെ അമ്മ തന്നെയാണ്. ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? അവനും നീയും തമ്മിൽ എനിക്ക് ഒരു വ്യത്യാസവും ഇല്ല. അവർ തമ്മിൽ എന്തെങ്കിലും തെറ്റായ ധാരണയുണ്ടെങ്കിൽ അത് പറഞ്ഞ് തിരുത്തി മാറ്റിയെടുക്കേണ്ടത് നിൻ്റെ അവകാശമാണ്. ജാനകി, സാധാരണ ഓരോരോ പെൺകുട്ടികൾ വീട്ടിലേക്ക് വരുമ്പോഴാണ് പരസ്പരം തല്ലുന്നത്. ഇവിടെ പക്ഷേ എൻ്റെ മോൻ നിന്നെ അനുസരിക്കുന്ന ആൾ ആദർശേ. അതുകൊണ്ടാണ് ഇവിടെ വഴക്കൊന്നും നടക്കാത്തത്. അവനൊരിക്കലും അവൻ്റെ ഭാര്യയുടെ വാക്കുകൾ കേട്ടല്ല നടക്കുന്നത്. അവൻ അവൻ്റെ ഭാര്യയേക്കാൾ വാക്കിന് പ്രയോറിറ്റി കൊടുക്കുന്നത് നിൻ്റെ വാക്കുകൾക്കാണ്. എന്നാൽ നീ അങ്ങനെയല്ല. നീ നയന എന്ത് പറഞ്ഞാലും അത് അക്ഷരം പ്രതി അനുസരിക്കുക. ഇളയമ്മയുടെ മുമ്പിൽ വെച്ചല്ലേ അനാമിക നയനയെ പിടിച്ച് തള്ളിയത്. അവളുടെ അവസ്ഥ പോലും ആലോചിക്കാതെ. പെട്ടെന്ന് ജാനകി വീണ്ടും ചോദിക്കുകയാണ്, അവൾക്ക് എന്താ കുഴപ്പം? ഒരു പണിയും ചെയ്യാതെ നീ എടുത്തു കൊടുത്ത വീട്ടിൽ അവൾ സുഖിച്ച് കഴിയല്ലേ. അങ്ങനെയുള്ളവളെ പിടിച്ച് തള്ളിയെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. ഇനി നന്ദുവിനെ കാണുന്നത് അനാമികയ്ക്ക് ഇഷ്ടമല്ല. അത് പറഞ്ഞത് ആദർശിൻ്റെ അമ്മയാണ്. പിന്നെ എന്തിനാ അനി ആ വീട്ടിലേക്ക് പോയത്? അവൻ നയനയെ കാണാൻ അങ്ങോട്ട് പോയത്. ആയുർവേദ മരുന്നും വാങ്ങിച്ചിട്ടാണ് അവൻ പോയത്. നയനയെ കാണാൻ വേണ്ടി. ഇവൻ വേണ്ടതൊക്കെ അവൾക്ക് എത്തിച്ചു കൊടുക്കുന്നില്ലേ? എന്തിനാ അതിൻ്റെ പിന്നാലെ അവൻ പോയത്? അവനെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കേണ്ടത് അനാമികയ്ക്കല്ലേ? ഇതിനൊക്കെ എനിക്ക് മറുപടി പറയണം എന്നുണ്ട്. പക്ഷേ കഴിയാത്ത അവസ്ഥയിലായിപ്പോയി. എന്നെപ്പോലെ തന്നെ അനി നയനയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് ഇളയമ്മേ. നീ മാത്രമല്ല, അച്ഛനും ഇളയച്ഛനും ഒക്കെ നയനയെ ജീവനായി കരുതുന്നുണ്ടെങ്കിൽ അവൾ അത്രത്തോളം ഈ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്. ഈ കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കുന്നുണ്ട്. അത് തൊട്ടറിഞ്ഞവരാ ഞങ്ങളൊക്കെ. പക്ഷേ അവളുടെ മഹത്വം എന്താണെന്ന് പറയാൻ പറ്റാത്തൊരു ഗതികെട്ട അവസ്ഥയിലായിപ്പോയി. അതുകൊണ്ടാണ് എന്ത് കേട്ടാലും അതിനൊക്കെ മറുപടി പറയാൻ പറ്റാതായി പോകുന്നത്. പറഞ്ഞ് ആദർശ് അവിടെ നിന്നും പോയി. ആദർശ് പോയി കഴിഞ്ഞപ്പോൾ ജാനകി പറയാണ് ദേവയാനിയോട്, ഒന്നുമില്ല, എൻ്റെ മോനിക്ക് നല്ലൊരു ജീവിതം കിട്ടരുത്, അതേ ഉള്ളൂ എല്ലാവർക്കും. ദേവയാനി ചോദിക്കുക, അവൻ അങ്ങനെ ചിന്തിക്കുമോ ജാനകി? പക്ഷേ ഇപ്പം അവൻ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്.
ദേവയാനി അപ്പം മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇപ്പം ആദർശ് പോയത് അനിയുടെ അരികിലേക്കായിരിക്കും. അവർ പറയുന്നതിൽ നിന്നും എനിക്കറിയേണ്ടത് കിട്ടാതിരിക്കില്ല. ആദർശ് അതുപോലെ തന്നെ നേരെ പോയത് അനിയുടെ അടുത്തേക്കാണ്. അനി കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയാണ്, എടാ നീ ഇവിടെ കവിത എഴുതിക്കൊണ്ടിരിക്കാതെ പോയി നിൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വാ. ആദ്യം ഏട്ടനെ പോയി ഏട്ടത്തെ വിളിച്ചുകൊണ്ട് വാ. എനിക്കവളെ വിളിക്കാനൊന്നുമില്ല, അങ്ങോട്ട് പോയാലും അവളെ കാണാം. ഇവിടെ പോയി വേണമെങ്കിൽ 1-2 ദിവസം താമസിക്കുകയും ചെയ്യാം. പക്ഷേ നീ അതുപോലും ചെയ്യുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഏട്ടനോട്, എൻ്റെ ദുരന്താണ് അനാമിക എന്ന ഭാര്യ. അവൾ എൻ്റെ ഭാര്യയാണെന്ന് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല. എനിക്കറിയാം അനാമികയെപ്പറ്റി നന്നായിട്ട്. പക്ഷേ നിൻ്റെ കുടുംബം തകരുന്നത് എനിക്കും മറ്റുള്ളവർക്കൊക്കെ അത് താങ്ങാൻ പറ്റില്ല. അതെന്താ മോനെ നീ മനസ്സിലാക്കാത്തത്? ഏട്ടാ, ഏട്ടൻ ആദ്യം ചെയ്യേണ്ടത് വല്യമ്മ വിളിച്ചോ വിളിച്ചില്ലയോ എന്ന് പറയാതെ ഏട്ടത്തിയെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരേണ്ടതാ. ഏട്ടത്തി ഈ കുടുംബത്തിന് വേണ്ടി ആരും ചെയ്യാത്ത സഹായം ചെയ്തിരിക്കുന്നത്. ഒന്നും മറക്കരുത്. അത് മനസ്സിലാവാത്തത് കൊണ്ടാണ് വല്യമ്മ ഏട്ടത്തിയെ ഇങ്ങനെ അകറ്റി നിർത്തിയിരിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം അതല്ല. എടാ, നീ എത്രയും പെട്ടെന്ന് പോയി അനാമികയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് എന്നെയാണ്. എൻ്റെ അമ്മ ഇപ്പോൾ പഴയതുപോലെയല്ല. ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ അമ്മയ്ക്ക് വന്നിട്ടുണ്ട്. മരുമകൾ വന്നതിൽ പിന്നെ അത്രത്തോളം അവൾ അമ്മയുടെ മനസ്സിൽ വിഷം കുത്തി നിറച്ചിരിക്കുക. ഞാനൊരു കാര്യം തറപ്പിച്ച് പറയാം. നീ ഒരു കാരണവശാലും നന്ദുവിനെ കാണാൻ ആ വീട്ടിലേക്ക് പോകരുത്. ഏട്ടാ, ഞാൻ പോകുന്നത് നന്ദുവിനെ കാണാനല്ല, ഏട്ടത്തിയെ കാണാനല്ലേ. അത് വേണ്ടാന്ന് മറ്റുള്ളവർ പറയുന്നത് പോലെ ഏട്ടനും പറയല്ലേ. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ അവിടെ പോകുന്നത് കൊണ്ട് ഈ വീട്ടിൽ എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് നിനക്കറിയാലോ. അനാമിക അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് പോലും ഈ ഒരു പ്രശ്നം കാരണം. അവൾ വരയ്ക്കുന്ന വരയിൽ ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഏട്ടാ. പ്രത്യേകിച്ച് നന്ദുവിന് ഇപ്പോൾ ഉണ്ടായ അനുഭവം എനിക്ക് മറക്കാൻ പറ്റില്ല. എൻ്റെ പിന്നിൽ കളിച്ചത് അവളും അവളുടെ വീട്ടുകാരുമാണ്. അതുകൊണ്ട് തന്നെ അവളെപ്പോലെ ക്രിമിനൽ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരു പെണ്ണിൻ്റെ സാരിത്തുമ്പിൽ തൂങ്ങി നടക്കാൻ എന്നെ കിട്ടില്ല. ഈ വീട്ടിൽ മറ്റുള്ളവരുടെ സ്നേഹവും അവരുടെ വിഷമവും മനസ്സിലാക്കി തിരിച്ചറിയുന്ന ഒരേ ഒരു മരുമകൾ മാത്രമേ ഉള്ളൂ. അത് ഞാനെടത്തി. അനാമിക ഇവിടേക്ക് വരാത്തതിൽ എനിക്കൊരു വിഷമവുമില്ല. എന്നാൽ ഏട്ടത്തി വരാത്തതിൽ നല്ല വിഷമമുണ്ട്. അതെനിക്ക് മാത്രമല്ല, ഏട്ടനും ഉണ്ട്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ദേവയാനിക്ക് ഏകദേശം എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. ദേവയാനി സങ്കടത്തോടെ മുറിയിലേക്ക് വരികയാണ്. ഇങ്ങനെയും സത്യം തിരിച്ചറിയണം. കനകയോട് നന്ദുവിൻ്റെ അച്ഛൻ പറയാണ്, ഇനി നന്ദുവിനോട് അധികം പുറത്തേക്കൊന്നും പോകണ്ട, ഇറങ്ങണ്ട എന്നൊക്കെ പറയണം. അപകടപ്പെടുത്താൻ ആരെങ്കിലും വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പോലീസിൽ കേസ് കൊടുക്കാമെന്ന് വെച്ചാൽ പ്രതികളാവുന്നത് ബന്ധുക്കൾ തന്നെയായിരിക്കും. എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. ആദർശ് മോൻ്റെ അമ്മ വിഷം ഉള്ളിൽ ചെന്നിട്ട് പോലും പോലീസിൽ കേസാക്കിയത് അന്വേഷിക്കാൻ വയ്യാത്ത രീതിയിലാണ് ആ കുടുംബം. എന്തോരം ഭയത്തോടെയാണ് നമ്മളിപ്പോൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. അപ്പോൾ അത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കാറിൻ്റെ ഹോണടി കേൾക്കുന്നത്. കാറിൽ വന്നത് മറ്റാരുമല്ല, ആദർശാണ്. അപ്പോൾ കനക എണീറ്റ് പറയാണ്, ആദർശ് മോൻ. അപ്പോൾ ആദർശ് ഞാനെ കണ്ടപ്പോൾ മെഡിസിൻസൊക്കെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, ഇത് മെഡിസിൻസാണ്. ഇനി ഈ പിടിവാശി വേണോ നാനെ? അടുത്ത ഏതെങ്കിലും ഒരു ദിവസം നിനക്ക് അങ്ങോട്ട് വന്നൂടെ? നിനക്ക് വേണ്ടി എല്ലാവരും അവിടെ കാത്തിരിക്കുക. ആരാ ആദർശേട്ടാ ഈ എല്ലാവരും? അമ്മായിയമ്മ ഞാൻ വരണമെന്ന് പറഞ്ഞോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോളിവിടെ കുറച്ച് ദിവസം കൂടി നിൽക്കുന്നതല്ലേ മോനെ നല്ലത്? ആദർശ് പറയാ, എത്ര ദിവസം എന്ന് വെച്ചാൽ അച്ഛാ നിൽക്കുന്നത്? ഇനിയിപ്പോൾ അമ്മ ഒരിക്കലും ഇവളോട് മടങ്ങി വരാൻ പറഞ്ഞില്ല എങ്കിൽ ഇവൾ ഇവിടെ തന്നെ നിൽക്കുമോ? ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്തിനാ ആദർശേട്ടാ അമ്മയുടെ പ്രഷർ കൂട്ടുന്നേ? അമ്മ എന്നെ വന്ന് വിളിച്ചാൽ മാത്രമേ ആ വീട്ടിൽ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ എനിക്ക് നിൽക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അമ്മയ്ക്കൊപ്പം നിന്ന് കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാവും. ഇത് പറയുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിൻ്റെ ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ അവിടെ ചേച്ചിയുടെ ഭർത്താവ് പോലുമില്ല. എനിക്ക് നവ്യയോട് ഒരു സ്നേഹവും ഇല്ലയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും നവ്യ അവിടെ പിടിച്ചു നിൽക്കുന്നില്ലേ? കുറച്ച് ദിവസം കൂടി ഞാനിവിടെ മനസ്സമാധാനത്തോടെ നിൽക്കട്ടെ ആദർശേട്ടാ. ഞാനെതിരൊന്നും പറയുന്നില്ല. പക്ഷേ നീ അവിടെ ഇല്ലാത്തത് കൊണ്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത് എനിക്കാ. നീയും മുത്തശ്ശനും മുത്തശ്ശിയും ഞാനും ഒക്കെ എൻ്റെ അച്ഛനും ഒക്കെ നീ അവിടെ നിൽക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാ. ഞാൻ ഇങ്ങോട്ട് പുറപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പ് അനിയനോട് പറയുകയും ചെയ്തു, ഏട്ടത്തിയെ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവരണം എന്ന്. ഞാനവിടെ ഇല്ലാത്തതിൻ്റെ ആശ്വാസത്തിലായിരിക്കും അമ്മ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാൾക്കും നല്ലത് തൽക്കാലം ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നതാ. അത് വേണ്ടാന്ന് ദയവ് ചെയ്ത് ആദർശേട്ടൻ പറയരുത്. എന്നാൽ പിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. നിനക്ക് അങ്ങോട്ട് വരണം എന്ന് തോന്നുമ്പോൾ നീ വന്നാൽ മതി. പിന്നെ എന്തെങ്കിലും കുടിച്ചിട്ട് പോ. ഇല്ല വേണ്ടമ്മേ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ആദർശ് പോയി കഴിഞ്ഞപ്പോൾ നയനയുടെ അച്ഛൻ പറയാണ്, മോന് വലിയ വിഷമമായി എന്നാണ് തോന്നുന്നത്. ഞാനവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിനേക്കാളും വിഷമാവും.
അമ്മയുടെയും എൻ്റെയും ഇടയിൽ കിടന്ന് ആദർശേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടച്ചാ. പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനി വിളിക്കുകയാണ്, ജയേട്ടാ. ഇതെന്താ ഒരുങ്ങിയൊക്കെ? എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ആ, പോകുന്നുണ്ട് നമ്മളൊന്നിച്ച്. ആ, നമ്മളൊന്നിച്ചോ? ഞാൻ ഓഫീസിലേക്ക് പോവാ. ആ, ആയിക്കോട്ടെ. അതിനു മുമ്പ് മറ്റൊരിടത്ത് വരെ നമുക്ക് പോകണം. എവിടേക്ക്? ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക്. എന്നെ സഹായിച്ച ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക്. നീ എന്തൊക്കെയാ ദേവയാനി പറയുന്നത്? ആ, അവൾക്ക് അങ്ങനെ ഒരു വീടില്ലേ? ആ വീട്ടിലേക്ക് പോകുന്നതിനും എനിക്ക് വിലക്കാണോ? അപ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വരുന്നത്. എൻ്റെ മുത്തശ്ശി ചോദിക്കുകയാണ് അവരോട്, അല്ല, എന്താ ഇത്? എന്താ ഇവിടെ? ഇയാൾ പറയുന്ന ഇയാളെ സഹായിച്ച ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകണം, അവളെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അച്ഛാ? എന്നെ സഹായിച്ച ആ പെൺകുട്ടിയെ കാണാൻ ഇവിടെ ആരും എന്നെ അനുവദിക്കുന്നില്ല. എന്നാൽ അവളുടെ വീടെങ്കിലും ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതല്ലേ? ദേവയാനി, നിന്റെ അസുഖങ്ങളൊക്കെ മാറി വരുന്നേയുള്ളൂ. അതിനു മുമ്പേ നീ പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി സഞ്ചരിക്കുന്നത് ശരിയല്ല. പിന്നെ മുത്തശ്ശി പറയാണ്, ഇപ്പം തന്നെ നീ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്, അതിനുള്ള സമയം ആയിട്ടില്ല. ആര് പറഞ്ഞു സമയമായിട്ടില്ല എന്ന്? അത്യാവശ്യം നടക്കാനും പുറത്തു പോകാനും ഒക്കെ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അത്യാവശ്യത്തിന് മാത്രമാണ്, അനാവശ്യത്തിന് പുറത്തിറങ്ങാൻ ഡോക്ടർ പറഞ്ഞിട്ടില്ല, മുത്തശ്ശൻ പറയാം. അല്ലെങ്കിൽ തന്നെ എനിക്കിന്ന് ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്. ഇപ്പം തന്നെ സമയം വൈകി. അങ്ങനെയുള്ളപ്പോൾ നിനക്കൊപ്പം എനിക്കെങ്ങനെ വരാൻ പറ്റും? ഇതിനകത്ത് എന്തോ കുഴപ്പമുണ്ട്, ദേവയാനി പറയാം. ഞാൻ അറിയാത്തതായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. അത് കേട്ട് ജയൻ ഷോക്കടിച്ചതുപോലെയായി. മുത്തശ്ശനും മുത്തശ്ശിയും അവരും പരസ്പരം നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.